مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي وهنائي يا لفوزي وعلائي لا يطيب العيش إلا في رضا رب السماء مذ عرفت الله ربي حلوة 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 حياتي مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي وهنائي يا لفوزي وعلائي لا يطيب العيش إلا في رضا رب السماء مذ عرفت الله ربي حلوة 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 حياتي قد قضيت العمر خوضا في الخطايا والبعاد تائها عن كل خير هائما في كل وادي فإذا طيف خفي في الكرى ناجى فؤادي عد إلي يا حبيبي كف عن هذا التمادي فإذا بي وكأني. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. എന്റെ പ്രിയപ്പെട്ട മുതിർന്നവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇസ്ലാമിക അഭിവാദ്യം കൊണ്ട് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ അള്ളാഹുവിന്റെ സമാധാനവും കാരുണ്യവും അനുഗ്രഹങ്ങളും നിങ്ങളേവരിലും വർഷിക്കുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ ഇവിടെ വരാൻ സാധിച്ചതിലും ഇസ്ലാമിക ചൈതന്യം വീണ്ടെടുക്കുക എന്ന വിഷയത്തിൽ നടത്തുന്ന രണ്ടാമത്തെ സമ്മേളനത്തിലും പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഘട്ടത്തിന്റെ വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരിൽ അന്തിമൻ എന്നതാണ്. ഈ ഘട്ടത്തിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള പ്രധാനപ്പെട്ട വിവിധ മതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. ലോകത്തുള്ള പ്രധാനപ്പെട്ട മതങ്ങളെ സെമിറ്റിക് മതങ്ങളെന്നും സെമിറ്റിക് അല്ലാത്ത മതങ്ങളെന്നും നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അബ്രഹാമിക മതമെന്നും അബ്രഹാമികമല്ലാത്ത മതമെന്നും തരംതിരിക്കാവുന്നതാണ്. സെമിറ്റിക് മതങ്ങളുടെ കൂട്ടത്തിൽ ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നീ 3 മതങ്ങൾ ഉൾപ്പെടുന്നതാണ്. സെമിറ്റിക് അല്ലാത്ത മതങ്ങളെ ആര്യമതങ്ങളെന്നും ആര്യമല്ലാത്ത മതങ്ങളെന്നും പറയാവുന്നതാണ്. ആര്യമതങ്ങളുടെ കൂട്ടത്തിൽ ഹിന്ദുമതമെന്നറിയപ്പെടുന്ന വേദമതമുണ്ട്. വേദമില്ലാത്ത മതങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധമതം, ജരതുഷ്ട്രമതം, പാഴ്സി മതം തുടങ്ങിയവയുമുണ്ട്. സമയക്കുറവ് കാരണം ലോകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട മതങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് വിശദമായി നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഓരോ മതത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മണിക്കൂറുകളോളം ഒരു വ്യക്തിക്ക് പറയുവാൻ സാധിക്കും. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ചില പ്രധാനപ്പെട്ട ലോകമതങ്ങളുടെ സുപ്രധാനമായ പ്രത്യേകതകൾ പറയാം. ആദ്യമായി സെമിറ്റിക് മതങ്ങളിൽ അഥവാ അബ്രഹാമിക മതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന പരാമർശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപന പ്രകാരം സമാധാനം എന്നർത്ഥം വരുന്ന സലാം എന്ന പദത്തിൽ നിന്നുമാണ് ഇസ്ലാം എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്. സർവശക്തനായ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് കീഴ്പ്പെടുക എന്നർത്ഥം വരുന്ന സിൽമ് എന്ന പദത്തിൽ നിന്നും ഇസ്ലാം എന്ന പദം ഉത്ഭവിച്ചതായി പറയാം. ചുരുക്കത്തിൽ സർവശക്തനായ ദൈവമായ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് സ്വന്തത്തെ സമർപ്പിക്കുന്നത് വഴി ലഭിക്കുന്ന സമാധാനം എന്നാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം.
സർവശക്തനായ ദൈവമായ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് കീഴ്പ്പെടുന്ന ആളെ മുസ്ലിം എന്ന് പറയുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം വന്ന ഒരു പുതിയ മതമാണ് ഇസ്ലാം എന്ന് മിക്ക ജനങ്ങൾക്കും തെറ്റിദ്ധാരണയുണ്ട്. മാത്രമല്ല, ഈ മതത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നും തെറ്റിദ്ധാരണയുണ്ട്. വാസ്തവത്തിൽ അതിപ്രാചീന കാലം മുതലേ ഇസ്ലാം നിലവിലുണ്ട്. അതായത് മനുഷ്യൻ ഈ ഭൂമിയിൽ കാലുകുത്തിയത് മുതലേ ഇസ്ലാമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മതത്തിന്റെ സ്ഥാപകനല്ല. അദ്ദേഹം അള്ളാഹുവിന്റെ അവസാനത്തെ ദൂതനാണ്. അദ്ദേഹം പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ്. സർവശക്തനായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച അവസാനത്തെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിന്റെ അധ്യായം 35 24 സൂക്തത്തിൽ ഒരു താക്കീതുകാരൻ കഴിഞ്ഞുപോകാത്ത ഒരു സമുദായവുമില്ല എന്ന് പറയുന്നു. ഖുർആനിന്റെ 13 അധ്യായം 7 സൂക്തത്തിൽ ഇപ്രകാരം പറയുന്നു: എല്ലാ ജനവിഭാഗത്തിനും ഉണ്ടൊരു മാർഗദർശി. 25 ദൂതന്മാരുടെ പേരുകൾ മാത്രമേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ഉദാഹരണം: ആദം, നോഹ, എബ്രഹാം, മോശ, യേശു, മുഹമ്മദ്. ഇവരിൽ എല്ലാവരിലും അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാവട്ടെ. ഖുർആനിലെ അധ്യായം 4 164 അധ്യായം 40 78 ഇപ്രകാരം പറയുന്നു: നിനക്ക് മുമ്പ് നാം പല ദൂതന്മാരെയും അയച്ചിട്ടുണ്ട്. അവരിൽ ചിലരെപ്പറ്റി നാം നിനക്ക് വിവരിച്ചു തന്നിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: 1,24,000 പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ 25 പേരുടെ പേരുകൾ മാത്രമേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അന്തിമദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്ന ദൂതന്മാരെല്ലാം തന്നെ അവരുടെ ജനതയിലേക്കായി മാത്രം വന്നവരാണ്. അവർ കൊണ്ടുവന്ന സന്ദേശം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം പിൻപറ്റപ്പെടുവാൻ വേണ്ടിയുള്ളതുമായിരുന്നു. ഉദാഹരണം: ഖുർആനിന്റെ അധ്യായം 3 49 ഇപ്രകാരം പറയുന്നു: ഇസ്രായേലി സന്തതികളിലേക്ക് യേശുവിനെ ദൂതനായി നിയോഗിക്കുകയും ചെയ്യും. അതായത് ഇസ്രായേൽ സന്തതികളിലേക്ക് അഥവാ ജൂതർക്കായി മാത്രം നിയോഗിക്കപ്പെട്ട ദൂതനാണ് ഈസാ അലൈഹിസ്സലാം അഥവാ യേശു ക്രിസ്തു. ഇതേ സന്ദേശം ബൈബിളിലുമുണ്ട്. മത്തായി 10:5-6 ഇപ്രകാരം പറയുന്നു: നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത്. ആരാണ് വിജാതീയർ? ജൂതരല്ലാത്തവരാണ് വിജാതീയർ. സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ അടുത്തേക്ക് പോകുവിൻ. ഇതിന് സമാനമായ ആശയം മത്തായി 15:24 ഇപ്രകാരം പറയുന്നുണ്ട്: ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്നിട്ടുള്ള ദൂതന്മാരെല്ലാം തന്നെ ഒരു പ്രത്യേക ജനതയ്ക്കായി മാത്രം നിയോഗിക്കപ്പെട്ടവരാണ്. അവരുടെ സന്ദേശം ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രം ഉദ്ദേശിക്കപ്പെട്ടവയുമാണ്. പക്ഷേ ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിച്ചത് ഖുർആനിലെ അധ്യായം 33 വചനം കൊണ്ടാണ്. മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല. പക്ഷേ അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു. അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള അവസാനത്തെ പ്രവാചകനായതുകൊണ്ട് അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ അറബികൾക്കായി മാത്രമോ നിയോഗിക്കപ്പെട്ട വ്യക്തിയല്ല. പരിശുദ്ധ ഖുർആനിലെ അധ്യായം 21:107 ഇപ്രകാരം പറയുന്നു: ലോകർക്ക് സർവ്വലോകങ്ങളിലേക്കും മുഴുവൻ ജീവജാലങ്ങൾക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. ഇതേ ആശയം ഖുർആനിലെ അധ്യായം 34:28 ഇപ്രകാരം പറയുന്നു: നിന്നെ നാം മനുഷ്യർക്കാകമാനം സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായി കൊണ്ട് തന്നെയാണ് അയച്ചിട്ടുള്ളത്. പക്ഷേ മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനായതുകൊണ്ട് തന്നെ അദ്ദേഹം മുസ്ലിങ്ങൾക്കോ അറബികൾക്കോ ആയി മാത്രം അയക്കപ്പെട്ടവനല്ല. അദ്ദേഹം ലോകർക്കാകമാനമായി നിയോഗിക്കപ്പെട്ട ദൂതനാണ്. അദ്ദേഹം അവസാനത്തെ ദൂതനായതുകൊണ്ട് തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തെ പറ്റിയുള്ള പരാമർശങ്ങളും പ്രവചനങ്ങളും ഉണ്ടെന്ന് അവ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും.
ആദ്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ജൂതഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യാം. പരിശുദ്ധ ഖുർആനിലെ അധ്യായം 7 157 ഇപ്രകാരം പറയുന്നു: തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്തുവാൻ കഴിയും. ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ ദൈവദൂതനെ അഥവാ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവർക്ക് ആ കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ്. ജൂതന്മാരും ക്രൈസ്തവരും അവരുടെ ഗ്രന്ഥങ്ങളായ തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനെ പിൻപറ്റുന്നു എന്ന് ഖുർആനിൽ പറയുന്നു. നിങ്ങൾ പഴയ നിയമം വായിച്ചു നോക്കിയാൽ നിയമാവർത്തനം 18:18 ഇപ്രകാരം സർവശക്തനായ ദൈവം പറയുന്നതായി കാണാം: അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. ഈ പ്രവചനത്തിൽ മോശയുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്നും ഒരു പ്രവാചകൻ വരാനുണ്ടെന്നും അദ്ദേഹം മോശയെപ്പോലെ ആയിരിക്കുമെന്നും സർവശക്തനായ ദൈവം തന്റെ വാക്കുകൾ ആ പ്രവാചകന്റെ നാവിൽ നിക്ഷേപിക്കുകയും ദൈവം കൽപ്പിക്കുന്നതെല്ലാം അദ്ദേഹം പറയുകയും ചെയ്യും. ഈ പ്രവാചകൻ വന്നിരിക്കുന്നതായി ജൂതന്മാർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. മാത്രമല്ല, വരാനിരിക്കുന്ന പ്രവാചകന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. നേരെ മറിച്ച് നിയമാവർത്തനം 18:18 പറയുന്ന പ്രവചനം യേശുക്രിസ്തുവിനെ പറ്റിയുള്ളതാണെന്ന് ക്രൈസ്തവർ പറയുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രവചനത്തിൽ യേശുവിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്? ഇന്ന് നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഇപ്രകാരമാണ്: വരാനിരിക്കുന്ന പ്രവാചകൻ മോശയുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്നാണെന്ന് ആ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ആ പ്രവാചകൻ മോശയെപ്പോലെ ആയിരിക്കുമെന്നും പറയുന്നു. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടുന്ന നിബന്ധനയായി അവർ പറയുന്നത് യേശു ഒരു ജൂതനാണ് എന്നതും അദ്ദേഹവും മോശയെപ്പോലെ സർവശക്തനായ ദൈവത്തിന്റെ ദൂതനായിരുന്നു എന്നതുമാണ്. ഇവ രണ്ടും മാത്രമാണ് ആ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ നിബന്ധനകളെങ്കിൽ, അതായത് ആ വ്യക്തി ദൈവത്തിന്റെ പ്രവാചകനായിരിക്കണമെന്നതും അദ്ദേഹം ഒരു ജൂതനായിരിക്കണമെന്നതും മാത്രമാണ് നിബന്ധനകളെങ്കിൽ, ബൈബിൾ പഴയ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള മോശയ്ക്ക് ശേഷം നിയോഗിക്കപ്പെട്ടിട്ടുള്ള മിക്ക പ്രവാചകന്മാരും ഈ പ്രവചനം പൂർത്തീകരിക്കുന്നു. ഉദാഹരണം സോളമൻ, എസൈക്കിയേൽ, യെശയ്യാ, ദാനിയേൽ, യോഹന്നാൻ സ്നാപകൻ, ജോയേൽ, ഹോസിയ തുടങ്ങിയവർ എല്ലാവരും തന്നെ ദൈവത്തിന്റെ പ്രവാചകന്മാരായിരുന്നു. അവരൊക്കെ ജൂതന്മാരുമായിരുന്നു. വാസ്തവത്തിൽ നിയമാവർത്തന പുസ്തകത്തിലെ പ്രവചനം വിലയിരുത്തുകയാണെങ്കിൽ അവസാനത്തെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും മികച്ചതായി മറ്റാരും അതിനോട് യോജിക്കില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളൊരു പഠനം നടത്തിയാൽ മോശെ പ്രവാചകനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജനിച്ചത് സാധാരണ രീതിയിൽ തന്നെയാണെന്ന് മനസ്സിലാകും. അവർ ഇരുവർക്കും മാതാവും പിതാവും ഉണ്ടായിരുന്നു. നേരെ മറിച്ച് യേശു ഒരു പുരുഷന്റെ ഇടപെടലില്ലാതെ അത്ഭുതകരമായി ജനിച്ച വ്യക്തിയാണ്. ഇക്കാര്യം ഖുർആനിലെ അധ്യായം 3 45 46 47 ബൈബിളിലെ ലൂക്കോസ് അധ്യായം 1 35 മത്തായി 1 18 പറയുന്നുണ്ട്. ഖുർആനിലും ബൈബിളിലും ഒരു പുരുഷന്റെ ഇടപെടലില്ലാതെ അത്ഭുതകരമായി ജനിച്ച വ്യക്തിയാണ് യേശു എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ വിലയിരുത്തിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശ പ്രവാചകനെ പോലെയാണെന്നും യേശു മോശയെ പോലെയല്ലെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, മോശയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിവാഹിതരായിരുന്നു എന്നും അവർക്ക് രണ്ടുപേർക്കും സന്താനങ്ങളുണ്ടായിരുന്നു എന്നും നമ്മൾ വിലയിരുത്തിയാൽ മനസ്സിലാകും. പക്ഷേ ബൈബിൾ പ്രകാരം പ്രവാചകൻ യേശു വിവാഹിതനല്ലായിരുന്നുവെന്നും അദ്ദേഹത്തിന് സന്താനങ്ങൾ ഇല്ലായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശയെ പോലെയാണ്. പ്രവാചകൻ യേശു മോശയെ പോലെയല്ല. മാത്രമല്ല, മോശയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സാധാരണ രീതിയിലാണ് മരണമടഞ്ഞത് എന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വാഭാവിക മരണം. നേരെ മറിച്ച് പ്രവാചകൻ യേശുവിന് സാധാരണ മരണമില്ലായിരുന്നു. ഖുർആനിലെ അധ്യായം 4 157 158 പറയുന്നത് ഇപ്രകാരം: യേശുവിനെ ആരും കൊന്നിട്ടുമില്ല, അദ്ദേഹത്തെ ആരും ക്രൂശിച്ചിട്ടുമില്ല, അദ്ദേഹത്തെ ജീവനോടെ ഉയർത്തുകയാണ് ചെയ്തത്. നമ്മൾ ബൈബിൾ ശരിയായി വായിക്കുകയാണെങ്കിൽ ബൈബിൾ പ്രകാരം യേശുക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല.
പക്ഷേ ക്രൂശിക്കപ്പെടുകയും കുരിശിൽ മരിച്ചുവെന്നുമാണ് ക്രൈസ്തവർ പറയുന്നത്. അദ്ദേഹം മരിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തെ ജീവനോടെ ഉയർത്തിയെന്ന് ഖുർആൻ പറയുന്നു. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കുരിശിൽ മരിച്ചുവെന്ന് ബൈബിളിൽ പറയുന്നുമില്ല. എങ്കിലും ക്രിസ്ത്യാനികൾ പറയുന്നത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിലും ശരി, യേശുവിന് സാധാരണ മരണമല്ല ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മോശയെ പോലെയല്ല. മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മോശയും അവരുടെ ജനങ്ങൾക്കിടയിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തിയാൽ മനസ്സിലാകും. ഈ രണ്ട് പ്രവാചകന്മാരും അംഗീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ യേശുവിനെ തന്റെ ജനത അംഗീകരിച്ചിരുന്നില്ല. യോഹന്നാൻ അധ്യായം 1:1 ഇപ്രകാരം പറയുന്നുണ്ട്: അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. മാത്രമല്ല, അവരെല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. മോശയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വർഗത്തിലെ രാജാക്കന്മാരായിരിക്കുന്നതിന് പുറമെ അവർ ഇരുവരും ഈ ഭൂമിയിലെ രാജാക്കന്മാരായിരുന്നു. അതായത് ദൈവത്തിന്റെ രാജാക്കന്മാർ ആയിരിക്കുന്നതിന് പുറമെ ഈ ലോകത്തിലെ രാജാക്കന്മാരുമായിരുന്നു. ജീവിക്കാനും മരണശിക്ഷ വിധിക്കാനുമുള്ള അധികാരം ഉള്ളവരായിരുന്നു അവർ. എന്നാൽ യേശുവിന്റെ അവസ്ഥ അതായിരുന്നില്ല. യോഹന്നാൻ 18:36 ഇപ്രകാരം പറയുന്നു: യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. അതിനർത്ഥം ഈ ലോകം അദ്ദേഹത്തിന്റെ രാജ്യമല്ല എന്നാണ്. അദ്ദേഹത്തിന്റെ രാജ്യം എന്നത് സ്വർഗത്തിലെ രാജ്യമാണ്. അത് പരലോക ജീവിതത്തിലാണ്. അതുകൊണ്ട് യേശു മോശയെ പോലെയല്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശയെ പോലെയാണെന്നും നമ്മൾ വിലയിരുത്തിയാൽ മനസ്സിലാകും. മാത്രമല്ല, മോശയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയുണ്ടായി. പക്ഷെ യേശു ഒരു പുതിയ നിയമവും കൊണ്ടുവന്നിട്ടില്ല. മത്തായി അധ്യായം 5:17 യേശു ഇപ്രകാരം പറയുന്നതായി കാണാം: നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് യേശു മോശയെ പോലെയല്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശയെ പോലെയാണെന്നും വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ പ്രവചനം ഏറ്റവും അധികം യോജിക്കുന്നത് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്, മറ്റാർക്കുമല്ല. മാത്രമല്ല, അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എന്നാണ് ആ പ്രവചനത്തിൽ പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറബിയാണെന്നും മോശ ഒരു ജൂതനാണെന്നും നമുക്കറിയാം. അറബികൾ ജൂതന്മാരുടെ സഹോദരങ്ങളാണെന്ന് നമുക്കറിയാം. ആ പ്രവചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. എപ്പോഴൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ മാലാഖയായ ജിബ്രീലിലൂടെ വെളിപാടുകൾ നൽകിയിരുന്നോ, അപ്പോഴൊക്കെ പദാനുപദമായി തന്നെ ആ വെളിപാട് അദ്ദേഹം ജനങ്ങളോട് ആവർത്തിക്കുമായിരുന്നെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ നാവിൽ വാക്കുകൾ നിക്ഷേപിച്ച പോലെയായിരുന്നു അത്. അദ്ദേഹത്തിന് സർവശക്തനായ അള്ളാഹു അവതരിപ്പിച്ച വചനങ്ങളെല്ലാം തന്നെ അദ്ദേഹം ജനങ്ങളോട് ആവർത്തിക്കുമായിരുന്നു. തൊട്ടടുത്ത വചനമായ നിയമാവർത്തനം അധ്യായം 18-19 പറയുന്നത് ഇപ്രകാരമാണ്: എന്റെ നാമത്തിൽ അവൻ പറയുന്ന എന്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ആ പ്രവാചകൻ പറയുന്ന കൽപ്പനകൾ ശ്രവിക്കാത്തവരോട് ദൈവം പ്രതികാരം ചെയ്യുമെന്നാണ് പറയുന്നത്. യെശയ്യാ 29:12 ഇപ്രകാരം പറയുന്നു: വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവന്റെ കയ്യിൽ